മഴതോരും മുമ്പയുടെ റിവ്യൂ ഇന്ന് മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. കുറച്ച് നാളത്തേക്കാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ റിവ്യൂ സ്ക്രീൻഷോട്ട് വെച്ച് ചെയ്യാം. സ്ക്രീൻഷോട്ട് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ട്ടാ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ശിവേട്ടൻ വക്കീലിനെയും കാത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ വക്കീൽ വരുന്നുണ്ട്. വക്കീൽ വരുമ്പോൾ എന്തായി, നിങ്ങൾ മകനെ കാണാൻ പോയോ ജയിലിൽ നിന്ന്? ആ, കാണാൻ പോയി. എന്താണ് അവൻ്റെ അവസ്ഥ എന്ന് ചോദിക്കും. അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ ഭയങ്കരമായിട്ട് അവശതയായിട്ടുണ്ട്. കൂട്ടുകാരന്മാരൊക്കെ പോയല്ലോ, ആയൊരു വിഷമമുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ലെന്നുള്ളൂ എന്ന് പറയും. ഇത്തവണയെങ്കിലും അവന് ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കും. ആ, കിട്ടേണ്ടതാണ്. എന്തായാലും നമുക്ക് പുറത്ത് പോയി ഒന്ന് സംസാരിക്കാൻ പായോ എന്ന് ശിവൻ വിളിക്കും. പറയും, നിങ്ങൾ നിങ്ങളുടെ കാറിൽ പോക്കോ, ഞാൻ പിന്നാലെ വരാമെന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. എനിക്ക് വീട്ടിലൊന്ന് പോകണം. അതെന്തിനാ? വീട്ടിലെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, റിലേറ്റീവ്, അതായത് ഭാര്യയുടെ ആൾക്കാരാണ്. അപ്പോൾ ചെന്നില്ലെങ്കിൽ ഭാര്യ പിണങ്ങുമെന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങൾക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, വെറുതെ എന്തിനാ എന്നെ മെനക്കെടുത്തണേ? ഫോണിലൂടെ സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. ഓഫീസിലിരുന്ന് പോലും സംസാരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ചെവി ഇങ്ങനെ കൂർത്തിരിക്കുകയല്ലേ, നമ്മൾ പറയുന്നതൊക്കെ പുറത്തറിയും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കേസല്ലേ എന്ന് പറയും. അവൻ ഇത്തവണ ജാമ്യം കിട്ടുമോ, എനിക്ക് അതറിഞ്ഞാൽ മതി എന്ന് പറയും. ജാമ്യം കിട്ടേണ്ടതാണ്. ഇത്തവണ എന്തായാലും ഞാൻ ജാമ്യം മേടിച്ച് തന്നിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ വക്കീൽ പണി ഞാൻ അവസാനിപ്പിക്കും എന്ന് പറയും. വക്കീൽ പണി അല്ലാതെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കും. അത് പിന്നെ എന്ന് പറയും. അല്ല, ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. അത് അയാൾക്കൊരു മനസ്സരിവുണ്ട്, അതായത് കണ്ണീച്ചോരുള്ള ഒരാളെന്ന് തോന്നുന്നുണ്ട് എന്ന് ശിവേട്ടനും പറയും. ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കൂടെ സംസാരിക്കായിരുന്നില്ല, ഞാൻ പിന്നെ വിളിച്ചില്ല. എപ്പോഴെപ്പോഴും വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. അയാൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി. അയാളെപ്പോലെ ഒരു അച്ഛനല്ലേ ഞാനും. അതുകൊണ്ട് എന്നോട് കൂടുതലൊന്നും പറഞ്ഞില്ല എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഫോൺ വരും. അച്ഛൻ എവിടെയാന്ന് ചോദിക്കും. മനു വരുന്നു. അതെ, ഞാൻ വക്കീലിനെ കാണാൻ നിൽക്കണ്. കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് വേമ്പാ, വെല്ലിച്ചൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി. അതെന്താ? അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ച്. 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. അതെന്താ പെട്ടെന്ന്? അറിയില്ല, ഇവിടെ വന്നിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. ആ, ശരി, ഞാൻ ദേ വരാമെന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വെല്ലിച്ചൻ വന്ന് മനു ഓടി വരുന്നു. വെല്ലിച്ചാന്ന് വിളിച്ചിട്ട്, നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? അത് പിന്നെ കാറിൻ്റെ ബ്രേക്കുകൾ കേട്ടാൽ അറിഞ്ഞൂടെ വെല്ലിച്ചനാണെന്ന്. പിന്നെ വെല്ലിച്ചൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1 മണിക്കൂറിനുള്ളിൽ, അതുകൊണ്ട് ഞാൻ കാത്തുനിന്നാണെന്ന് പറയും. അങ്ങനെ ബാഗൊക്കെ എടുക്കും, എന്നിട്ട് പോവും. പിന്നെ കാണിക്കുന്നത് രഞ്ജി ചായ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കമലയും ഗംഗേട്ടനും മനുവൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കണേ. അപ്പോൾ നീ അടക്കള ഭരണമൊക്കെ നീ ഏറ്റെടുത്തോ? ആ, ഞാൻ ഏറ്റെടുത്തു എന്ന് പറയും. കുറച്ചൊക്കെ എന്ന് പറയും. അപ്പോൾ കമല പറയും, അത് ഗംഗേട്ടൻ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണ്ടൽ വേദനയും തലപെരുപ്പും കാലുവേദനയും കാലൊക്കെ കുത്തി കഴിക്കുന്ന പോലത്തെ വേദന, എഴുന്നേൽക്കാൻ പറ്റണില്ല എന്ന് പറയും. ആ, അത് ശരിയാ അങ്കിളെ, അമ്മ വൈജയന്തി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനെയാണെന്ന് പറയും. അതേ കമലെ, പൊടി അവിടുന്ന്, അങ്ങനെയൊന്നുമല്ല, ഞാനും വൈജയൻ തമ്മിലൊരു കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് ചായ കൊടുക്കും. വൈജയൻ എടുക്കണമെന്ന് ചോദിക്കും. അത്യാവശ്യമായിട്ട് എന്താ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞെന്ന് പറയും. എന്നാലും ഗംഗേട്ടൻ എന്താ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വന്നേന്ന് ചോദിക്കും. ആ, അത് ഞാൻ വെറുതെ വന്നത്, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരണമെന്ന് തോന്നി വന്നു എന്ന് പറയും. അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ വൈജ വരും. വൈജ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഫോണിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഓഫീസിൽ പോയിട്ട് ബാങ്കിൽ പോയിട്ട് കുറച്ചായില്ലേ, ഇനിയിപ്പോൾ പോകണം, പോയി തുടങ്ങണം, അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഗംഗേട്ടൻ എന്തൊരു മുന്നറിയിപ്പില്ലാണ്ട് വന്നേന്ന് ചോദിക്കും. ഇതെന്തൊരു പാടാണിത്, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വന്നൂടെ, ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? അയ്യോ, ഞാൻ അങ്ങനെ വെച്ച് പറഞ്ഞതല്ല. ഗംഗേട്ടൻ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാറില്ല, ട്രാവലൊന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. ആ, അത് പോട്ടെ, നിൻ്റെ വിശേഷം എന്താണ്? എൻ്റെ വിശേഷം എന്ത്, ഇതൊക്കെ തന്നെയെന്ന് പറയും. കടപ്പാട്ടൂർ നിൻ്റെ മക്കൾ നിന്നെ വിട്ടു നിൽക്കണേൽ അവർക്കൊരു വിഷമം ബുദ്ധിമുട്ടൊന്നും ഇല്ലേന്ന് ചോദിക്കും. ഓ, അവർക്ക് എന്ത് വിഷമം? അവർക്ക് അവളും ബാലേന്ദ്രനും ഉണ്ടല്ലോ. ഇപ്പം തന്നെ നാട് മുഴുവൻ തെണ്ടാൻ പോയിക്കണം. വല്ല വീട്ടിൽ തെണ്ടി തിന്നാൻ പോയി തുടങ്ങി. അവൾ മതി, അതിന് സമ്മതിക്കുന്ന അച്ഛനാണ് അവർക്ക് വലുത്. ഞാനിപ്പോൾ അവരുടെ ആരുമല്ല എന്ന് പറയും. അങ്ങനെ ആക്കിയെടുത്തതല്ലേ നീ എന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങളല്ലേ എല്ലാവരും കൂടി എന്നെ അവിടെ എൻ്റെ വായടച്ച് കയ്യും കാലും കെട്ടി അവിടെ കൊണ്ടിട്ടത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ബാലചന്ദ്രൻ്റെ മകളാണ് അലീന, അതുകൊണ്ട് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പം എന്തായി? ബാലചന്ദ്രൻ്റെ മകളല്ലാന്ന് ഞാൻ അറിഞ്ഞു. അവൾ രോഹിത്തിനോടും ബബിതോടും കൃഷ്ണനോടും ഒക്കെ പറഞ്ഞു. ആ ബബിത രഞ്ജിതോട് പറഞ്ഞു, രഞ്ജിത എന്നോടും പറഞ്ഞു. എന്തേ, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അറിവുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയും. ഓ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയും. എന്തേ, നിങ്ങളെല്ലാ ആണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടിരുന്നത് ഞാൻ മാത്രമാണെന്ന് പറയും. ആൻറ്റി അങ്ങനെ കാടടച്ച് വെടിവെക്കണ്ട കേട്ടാ എന്ന് മനു പറയും. നീ എന്നോട് മിണ്ടണ്ട, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ ഗംഗേട്ടനോടൊന്ന് സംസാരിച്ചെന്ന് പറയും. ഓ, എന്നാൽ ശരി എന്ന് പറഞ്ഞു മനു പണങ്ങി പോകും മുകളിലേക്ക്. മനു, നീ പോകല്ലടാ എന്ന് പറയും വലിയ. പക്ഷെ മനു മൈൻഡ് ചെയ്യൂല. അപ്പോൾ കമല മനുവിനെ ചീത്തയും പറയും. നീ എന്തിനാണ് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയത്? വൈജ പറയുന്നതൊക്കെ സത്യമല്ലേ എന്ന് പറയുമ്പോൾ മനു അത് കേട്ടപ്പോഴാണ് മനു പോയത്. അപ്പോൾ പറയും,
നീ അപ്പം അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കണില്ലല്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കണില്ല. ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം, അല്ലാതെ ഞാൻ പോകില്ല എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഗംഗേട്ടൻ അകത്തേക്ക് പോകും. ഈ വീട്ടിലെ ആണുങ്ങളെല്ലാവരും കണക്കാണ്, എല്ലാവർക്കും എല്ലാതും അറിയാം, നമുക്ക് മാത്രം ഒന്നും അറിയില്ല. ബാലചന്ദ്രനെയും അലീനനെയും എന്തുകൊണ്ടാണ് ശിവേട്ടനും ഗംഗേട്ടനൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കണേന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയും. സത്യമാണ് കമലെടുത്ത്, ഇവരെന്തൊക്കെയോ ഇവർക്ക് പല കാര്യങ്ങളും അറിയാമെന്ന് പറയും. ബാലചന്ദ്രൻ്റെ കള്ളത്തരമൊക്കെ അലീനരെ എന്ന് പറയും. അതെ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ, നാത്തൂനും അപ്പം അങ്ങോട്ട് ഒന്നിച്ച്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗംഗേട്ടൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി പറയണ്, നിൻ്റെ ഒച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ വന്നെന്ന് പറയും. അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ശിവൻ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ സുഖമാണ് മോനെ എന്ന് പറയും. അതെന്താ അങ്ങനെ? ശിവനില്ലെങ്കിലോ? ശിവനില്ലെങ്കിൽ കമലയുടെ ഭരണല്ലേ, പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അത് ശരിയാ എന്ന് പറയുന്നു. ഇപ്പം ശിവൻ പണ്ടത്തെ പോലെ അല്ലേടാ, അത്യാവശ്യം വേണ്ടി വന്ന കമലക്കിട്ടൊന്ന് കൊടുക്കാനും ധൈര്യമായി. അങ്ങനെ എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? അളമുട്ടിയ ചേരയും കടിക്കുമല്ലോ, ആ അവസ്ഥയിലേക്ക് അവൻ വന്ന് പാവം എന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ, നീ എന്താ മോനെ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാണ്ട് വന്നേന്ന് ചോദിക്കും. അമ്മേ, എന്നെ അന്വേഷിച്ച് ബാലചന്ദ്രൻ വന്നിട്ടുണ്ടായി അവിടേക്ക്. എവിടേക്ക്? നിൻ്റെ വീട്ടിലേക്കോ? എൻ്റെ വീട്ടിലേക്കല്ല, അവനൊരു ഹോട്ടൽ റൂം എടുത്ത് തന്നെ അങ്ങോട്ട് വിളിപ്പിച്ച്. നീ അവനെന്തിനാ വിളിക്കുന്നിടത്തേക്കൊക്കെ നീ പോകണേന്ന് ചോദിക്കും. ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല അമ്മേ എന്ന് പറയും. അതെന്തിനാ അവൻ വിളിപ്പിച്ചേ? അവൻ ആ സ്റ്റാൻലിയുടെ വിശേഷങ്ങൾ അഡ്രസ്സ് ചോദിക്കാൻ വിളിച്ചാണെന്നറിയും. ഏത് സ്റ്റാൻലി? എൻ്റെ കൂടെ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, അമ്മ അയാളെ കണ്ടിട്ടില്ലേ? ഞാൻ അയാളെ കണ്ടിട്ടില്ലടാ. ഞാൻ ആ സമയത്ത് അയാൾ നമ്മളെ വീട്ടിലേക്ക് വൈജയനെ അന്വേഷിച്ച് വന്നപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായില്ലേ? ഇല്ല, ഞാൻ അവളുടെ പ്രസവ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. അമ്മ അവിടെ ആയിരുന്നല്ലേ എന്നറിയും. അതെ, ഞാൻ അമ്മാവൻ്റെ വീട്ടിലായിരുന്നല്ലോ, അതുകൊണ്ടാണെന്ന് പറയും. അയാളെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെന്തിനാ അയാളെ അന്വേഷിച്ച് തന്നെ? അലീന ഇവിടെ നിന്ന് പോകുകയല്ലേ, അലീനനെ അയാളെ ഏൽപ്പിക്കാന്ന്. അലീനനെന്തിനാ അയാളെ ഏൽപ്പിക്കണേ എന്ന് ചോദിച്ച വഴിക്ക് മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവും. മുത്തശ്ശി ഇങ്ങനെ ആകെ ഞെട്ടണ്. അയാളല്ല അവൾ അച്ഛൻ, അപ്പോൾ പിന്നെ അയാളല്ലാണ്ട് അവൻ വേറെ ആരെയും ഏൽപ്പിക്കുക എന്നിങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് നീ എന്തിനാ കുഞ്ഞെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തത്? പറഞ്ഞു കൊടുക്കാണ്ട് പറ്റില്ല അമ്മേ. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അയാൾ ഇവിടേക്ക് വരും. ഇവിടെ വന്ന് നമ്മളെ ബന്ധുക്കളൊക്കെ വിളിച്ച് നിർത്തി കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. അതോടുകൂടി പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വൈജ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ചില നേരത്തെ എനിക്കായാലും തോന്നും അവളോട് സത്യങ്ങളൊക്കെ പറയാമെന്ന്. അമ്മയ്ക്കറിയോ അയാൾ എന്നെ എന്തൊക്കെയാണ് പറയണേന്ന്? നിന്നെ അവൻ വഴക്ക് പറയാറുണ്ടോ? വഴക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല അമ്മേ, ഇത് തൊലി ഉലിക്കാണ് ചെയ്യണേന്ന് പറയും. അവൻ്റെ മുന്നിൽ ഞാൻ നാണം കെട്ട് ഇല്ലാണ്ടാവണമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശിക്ക് അതിനൊരു മറുപടിയില്ല. വൈജയോട് നീ ആയിട്ട് ഒന്നും പറയണ്ട മോനെ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ല. കാരണം എല്ലാവരുടെ മുന്നിൽ, അവളുടെ മക്കളെ മുന്നിൽ വരെയും അവൾ ചെറുതായില്ലേ, പിന്നെ അവൾ ജീവിച്ചിരിക്കുമോ? അതൊക്കെ ആലോചിച്ചിട്ടാണ് അമ്മ ഞാനൊന്നും മിണ്ടാത്തത്. അതുമാത്രമല്ല പ്രശ്നം, ബാലചന്ദ്രൻ ഇന്നോ നാളെ സ്റ്റാൻലിയെ കാണും. സ്റ്റാൻലിയെ കണ്ടു കഴിഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ, അത് അലീന ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയോ? അല്ലെങ്കിലോ തന്നെ അയാൾക്ക് നമ്മളോട് പകയണി. അതിൽ കൂടെ ഇതും കൂടെ അറിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ അനാഥാലയത്തിലാക്കിയതും വൈജയന്തിനെ വേറെ കല്യാണം കഴിച്ചു കൊടുത്തതും എല്ലാതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി പിന്നെ നമ്മളെ വെച്ചേക്കും. പഴയ വൈരാഗ്യം കുത്തിപ്പോക്കി അയാൾ വല്ല കേസിന് പോയാലോ? മാനനഷ്ടത്തിന് കേസ് കൊടുത്താലോ? നാട്ടുകാരൊക്കെ അറിയില്ലേ? ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കും. ഞാൻ നോക്കിയിട്ട് ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അലീനനെ ബാലചന്ദ്രൻ കടപ്പാട്ടൂരിൽ നിന്ന് പറഞ്ഞയക്കാണ്ടിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാനും മോനെ? അവൾക്ക് ഇഷ്ടമുണ്ടായിട്ട് പോണതല്ല, അവൾ ഇവിടെ വന്നിട്ടുണ്ടായി മക്കളെയും കൊണ്ട്. അവൾ ആ പിള്ളേരെ മെരുക്കി ചിറകിൻ്റെ കീഴിലാണ് കൊണ്ട് നടക്കുന്നത്, പൊന്നു പോലെ എന്ന് പറയും. പക്ഷെ അവൾ പോണത് കുരുത്തം കെട്ട നശിച്ചോള് അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ടല്ലേ അവൾ പോണെന്ന് പറഞ്ഞത്. അതിനെ പറഞ്ഞത് ഇവള് ഇവിടെ നിന്ന് പോകണം, എന്നാലോ രക്ഷയുള്ളൂ. ഇതിന് ആകെ ഒരു മാർഗം. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമില്ല മോളെ, ഇന്നും കൂടെ ഞാൻ പറഞ്ഞതാ, പക്ഷെ അവൾ പോകാൻ കൂട്ടാക്കണില്ല. അപ്പോൾ വരുന്നോടത്ത് വെച്ച് കാണാമേ എന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശി ആകെ പേടിച്ച് നിൽക്കണ്. അതിന് ശേഷം മനുവും വലിയച്ഛനും കൂടെ സംസാരിക്കണേ. അലീന ബാലചന്ദ്രൻ്റെ മകളല്ലാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു ഇവരുടെ പ്രതികരണം? ഭയങ്കരമായിരുന്നു. അമ്മയും ആൻറ്റിയും എന്നെ ഞങ്ങളെ തിന്നില്ല എന്നുള്ളൂ, പൊരിച്ച് എന്ന് പറയും. അപ്പോഴത്തേനും ശിവേട്ടൻ വരും. ശിവേട്ടൻ വരുമ്പോൾ ഗംഗേട്ടൻ പറയും, ഞാനേ വെറുതെ വന്നതാ, പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വന്നു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ശിവേട്ടാ, അല്ല ഗംഗേട്ടാ എന്ന് പറയും. അല്ല, എല്ലാവരും ചോദിക്കണേ, അപ്പോൾ പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചതാണ്, എന്താ വന്നത്, എന്താ ഓർക്കാപ്പുറത്ത് വന്നിന്ന് എല്ലാവരും ചോദിച്ചെന്ന് പറയും. അത് പോട്ടെ, ഗംഗേട്ടൻ വന്നത് എന്താ സത്യത്തിൽ എന്ന് പറയും. ബാലചന്ദ്രൻ എൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച്. അഡ്രസ്സ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അലീനനെ അയാളെ ഏൽപ്പിക്കാൻ പോണ്, സ്വന്തം അച്ഛനെന്ന് പറയും. അലീന ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയും.
അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആകെ പേടിയാവണല്ലോ. ആകെ പ്രശ്നത്തിലേക്കാണോ പോണത്? അതെ, ആകെ പ്രശ്നത്തിലേക്ക് പോണേ. ഇതിൽ ആകെ ഒരു പോംവഴി അലീന അവിടെ നിന്ന് പോകാണ്ടിരിക്കുക. അലീന അവിടെ നിന്ന് പോകാണ്ടിരിക്കണമെങ്കിൽ വൈജി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലണം, അത്രയേ ഉള്ളൂ എന്ന് പറയും. നമുക്ക് എല്ലാവരും കൂടെ സംസാരിക്കാം അവളോടെന്ന് പറയും. അങ്ങനെ ഗംഗേട്ടനും ശിവേട്ടനും കൂടി വൈജയന്തിയുടെ മുറിയിലേക്ക് പോകണം. അവിടെ ചെന്നപ്പോൾ വൈജയന്തി പറയും, എനിക്കൊരു തീരുമാനമുള്ളൂ, ഒരു വാക്കുള്ളൂ, അലീനയും ഞാനും കടപ്പാട്ടൂരിൽ ഉണ്ടാവില്ല. ബാലചന്ദ്രനോട് ഞാൻ ക്ഷമിക്കാൻ എന്തിനും തയ്യാറാണ്, പക്ഷേ അവളെ ഞാനും കൂടെ ഒന്നിച്ച് നിൽക്കൂല എന്നറിയും. നീ അവളെ കൂടെ നിൽക്കണം. നിൻ്റെ മക്കൾ അവൾ പൊന്നു പോലെ നോക്കുന്നുണ്ട്. നിൻ്റെ കുടുംബം, ഞാൻ പറയുന്നു, നീ അലീന അവിടെ നിന്ന് ഇറങ്ങിയാൽ നിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണാവും. അതെനിക്കറിയാം, ഞങ്ങൾക്കറിയാം, നിനക്കറിയില്ലെങ്കിലും. പിന്നെ നിനക്ക് പിടിച്ചാൽ കിട്ടൂല, ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയും. എന്ത് തന്നെ ആയാലും ശരി തന്നെ, അവൾ പോവാതെ ഞാൻ ആ വീട്ടിലേക്ക് കയറിയില്ല ഗംഗേട്ടാ എന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ അങ്ങോട്ട് ദേഷ്യം വരുന്നു. കാരണം നോക്കി ഒന്ന് കൊടുക്കാമെന്ന് പോകണ്. അപ്പം പറയും, തല്ലിയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വൈജയന്തി നിന്ന് നിപ്പി തന്നെ ഉറപ്പിച്ച് പറയുന്നേ, അലീന പോകാതെ വൈജയന്തി കടപ്പാട്ടൂർക്കില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ ആങ്ങളമാർ എന്ത് ചെയ്യാനറിയാണ്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നതാണ് എപ്പിസോഡിൽ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.